അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, PTA കമ്മിറ്റി ഭാരവാഹികൾ, പ്രവാസി UAE കമ്മിറ്റി പ്രതിനിധികൾ എല്ലാവരും ഈ സ്റ്റേജിൽ വന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. നിസാഫ്, ഫനാസ് തുടങ്ങിയ പ്രവാസി സുഹൃത്തുക്കൾ, UAE ജനറൽ സെക്രട്ടറി, UAE കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉനൈസ് ഈ വേദിയിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. സ്റ്റേജിനകത്തേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച നമ്മുടെ തുരുത്തി മുഹയ്യദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ച നബിദിന പരിപാടിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി നമ്മുടെ മദ്രസയിലെ 250ഓളം കുട്ടികളുടെ കലാപരിപാടികൾ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ എല്ലാവരും വീക്ഷിച്ചു കഴിഞ്ഞു. വളരെ വാശിയേറിയ മത്സരങ്ങളാണ് ഇവിടെ നടന്നത്. ഒരു റേഞ്ച് പരിപാടിയിലെന്ന പോലെ ശരിക്ക് മത്സരം ഒപ്പത്തിനൊപ്പം എന്ന രീതിയിൽ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മുടെ ഓരോ വിഭാഗവും നിഷ്ഠ സഹായിച്ചത്. ഇവിടെ നാളെ മുതൽ ഇതേ വേദിയിൽ 4 ദിവസങ്ങളിലായി മതപ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ്. നാളെ ഇഷാ ബാങ്കിൻ്റെ കഴിഞ്ഞ ഉടനെ, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമസ്കാരം നടക്കുന്നതാണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 20 മിനിറ്റ് കഴിഞ്ഞല്ല നിസ്കാരം. ഇഷാ ബാങ്ക് കൊടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ ജമാഅത്ത് നടക്കും. തുടർന്ന് അപ്പോൾ തന്നെ മതപ്രഭാഷണം ഏതാണ്ട് 8:15 അകത്ത് മതപ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ്. മുഴുവൻ ഉമ്മമാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ആ ചടങ്ങിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. നമ്മളിന്ന് ഈ വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം നമുക്കറിയാം. നമ്മുടെ അറബി സുഹൃത്ത് അബ്ദുൽ ജലീൽ അവരുടെ നേതൃത്വത്തിലാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ സീതാങ്കോളിയിൽ നല്ലൊരു സ്ഥലവും ഒരു കെട്ടിടവും നമുക്ക് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നാളെ കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച 29-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ബഹുമാനപ്പെട്ട മുദരിസും ഖത്തീബുമായ TK അഹമ്മദ് ഫൈസി അവർകൾ നിർവഹിക്കുകയാണ്. ആ ചടങ്ങിലേക്ക് മുഴുവൻ നാട്ടുകാരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മുഴുവൻ അംഗങ്ങളും ആ ചടങ്ങിൽ അന്ന് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്കൊരു അസറ്റ് നാടിന് പുറത്ത് ഉണ്ടാവുന്നത്. അതിൻ്റെ ഉദ്ഘാടന വേളയിൽ നിങ്ങളെല്ലാവരും, ജമാഅത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും ഉദ്ഘാടന വേളയിൽ ഉണ്ടാകണം എന്ന് ഒന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് TA മുഹമ്മദ് ഷാഫി, PTA കമ്മിറ്റി പ്രസിഡന്റ് TA അൻവർ സാദാത്ത്, അതുപോലെ തന്നെ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരായ ശംസുദ്ദീൻ, TA മുഹമ്മദ് കുഞ്ഞ് സാഹിബ്, സെക്രട്ടറിമാരായ മുഹമ്മദ് അഷ്റഫ്, UA സലീം, നമ്മുടെ തുരുത്തി പള്ളി ഇമാമായ ഇബ്രാഹിം ബാദുഷാ മിസ്ബായി, മദ്രസ സദർ ഉസ്താദ് സുബൈർ അസ്നവി, മറ്റ് വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ കാത്തിരിക്കുന്നത് സമ്മാന വിതരണം കാണാൻ വേണ്ടിയാണെന്നറിയാം. കൂടുതൽ നീട്ടിപ്പരത്തിക്കൊണ്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടാവണമെന്ന് ബഹുമാന പുരസ്സരം അറിയിക്കുകയാണ്. 4 ദിവസത്തെ മതപ്രഭാഷണ പരമ്പര കഴിഞ്ഞ പിറ്റേ ദിവസം രാത്രി സലാത്ത് മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ
മഹത്തായ മൗലീദിൻ്റെ അറവുകളും അതുപോലെ തന്നെ മറ്റ് പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും ആ ചടങ്ങിലേക്ക് നല്ല രീതിയിൽ സഹകരിക്കണം. രാവിലെ വരെ നമ്മുടെ ഇറച്ചി മുറിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മുഴുവൻ ആളുകളും, ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒക്കെ സാന്നിധ്യം അന്ന് രാവിലെ വരെ ഉണ്ടാവണം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിലേക്ക്. ഗൾഫിൽ നിന്ന് ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെ ആദരപൂർവ്വം ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നാട്ടിലെ മുഴുവൻ ആളുകളെയും, പ്രായഭേദമന്യേ ചെറുതും വലുതുമായ മുഴുവൻ ആളുകളെയും ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. 2 വാക്ക് പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മദ്രസ സദർ ഉസ്താദ് സുബൈർ അസ്നവെ ക്ഷണിക്കുകയാണ്.